കേറിക്കോളൂ. ഇതാ വീട്. സ്വന്തം വീടാണെന്ന് കരുതിക്കോളൂ അല്ലേ മയ്യേട്ടാ? അതെ, നീ ആ പെട്ടിയൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്ക്. ആ തമ്പുര് പൊട്ടാതെ നോക്കണം. എന്നിട്ട് വണ്ടി ഒന്ന് വൃത്തിയായിട്ട് കഴിക്കോ. ആ കേശുമാമ ഉണ്ടായിരുന്നു ഇവിടെ. ഇന്നലെ വന്നു, കണ്ടിട്ട് പോവാന്ന് കരുതി കാത്തു നിൽക്കുകയായിരുന്നു. കോയമ്പത്തൂര് വിശേഷമൊന്നും ഇല്ലല്ലോ. ഇല്ല, എങ്ങനെയായിരുന്നു യാത്രയൊക്കെ? കേമായി. തഞ്ചാവൂർ 2 ദിവസം ജാസ്തി തങ്ങണ്ടി വന്നേ ഉള്ളൂ. ഏതാ ഈ കുട്ടി? കുറച്ച് ഇരുന്നിട്ടൊക്കെ അല്ലേ പോളൂ. ഒക്കെ വിസ്തരിച്ച് പറയാൻ കേശവ. വാ. എന്താ വിലപ്പത്? നല്ലോണം വിളയുന്നതിന് മുമ്പ് ഇതൊക്കെ വെട്ടിയിട്ടൂലേ? ഞാൻ വന്നിട്ട് പോരായിരുന്നു തണ്ടാമ്പറമ്പിലെ കയറ്റം. ഇന്നലെ വരെ കാത്തു, പിന്നെ ബാമക്കുഞ്ഞി തന്നെ വന്നു. എന്താടി, എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ തനിച്ചുള്ള ഭരണം? ആരാ മഹിട്ടത്? ഏത്? മുത്തശ്ശിയോടൊപ്പം ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി പോണ കണ്ടല്ലോ. ഓ അതോ, അതൊരു പെൺകുട്ടി. അത് മനസ്സിലായി. അതാരെന്നാ ചോദിച്ചത്? അത് വേണി. ഏത് വേണി? ത്രിവേണി. എടി വാണിമണി വരദായിനി, വാണിമണി വരദായിനി സ്വർഗനന്ദിനി. ആ വാണിയുടെ വകയിൽ അമ്മായിയുടെ മോളായിട്ട് വരും ഈ വേണി. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയും. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. ബാമേച്ചനെ മുത്തശ്ശി വിളിക്കുന്നുണ്ട്. ഓ, ഞാനിപ്പോ നിന്റെ കാര്യം പറഞ്ഞ് കൈ എടുത്തോളൂ. ചെന്ന് മുത്തശ്ശിയോട് ചോദിക്കേ. ആ പോണ പോക്കിൽ ഒരു ദുൽവാലെ ജാഹങ്കാഹി ഇല്ല മഹേട്ടാ. എന്താ പ്രശ്നം? എടാ, പുണ്യപുരാണ കാലങ്ങളിൽ മുതല് പെണ്ണുങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു സംഭവത്തിന്റെ പേര് പറ. അത് ഞാനെങ്ങനെ ഓപ്പണായിട്ട് പറയണേ? അതല്ലടാ, കുശുമ്പ്. മൂപ്പിലമ്മയ്ക്ക് നേരിയ തോതിൽ ഒരു കുശുമ്പിളകിയോ എന്നൊരു സംശയം വേണിയെ കണ്ടപ്പോ. ഏതായാലും നമുക്കൊരേരെയാണ് വീണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിത് വെച്ചൊന്ന് മൂപ്പിക്കാം.